ഗൈസ്, അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം കാണും. അതെനിക്ക് പനിയാണ്. പിന്നെ എനിക്ക് കുറച്ച് വയ്യായ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്പലത്തിലെ പൊങ്കാല ദിവസമാണിന്ന്. പൊങ്കാല കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ആ ടൈമിലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇടുകയാണ്. അപ്പം അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഞാനും അമ്മയും കൂടെയായിരുന്നു പൊങ്കാല ഇടുന്നത്. ഞാനായിരുന്നു ആദ്യം അരി ഇട്ടത്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം അമ്മ ഇട്ടു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ. കാരണം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്തൊരു 150 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തായിരുന്നു, റോഡിലും അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്തൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പൊങ്കാലിട്ട ഭാഗത്തൊരു ക്ലബിൻ്റെ ടീം ഉണ്ടായിരുന്നു, രുദ്ര. അവർ ഞങ്ങൾക്ക് കുറച്ച് നാരങ്ങ വെള്ളവും പിന്നെ തണ്ണിമത്തനൊക്കെ കിട്ടി. പിന്നെയും നമുക്ക് മേടിക്കാൻ അവസരം കിട്ടി. കാരണം ഒരുപാട് ആൾക്കാരൊന്നും അവിടെ പൊങ്കാലയിടാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അരി തിളച്ച് തൂകി. അതിനുശേഷം അമ്മ ഏലക്കയും ശർക്കരയും തേങ്ങയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം അതിനകത്തിടാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ വിറക് കുറച്ച് കൂടുതലായിരുന്നെങ്കിലും പക്ഷേ എന്താ കുറച്ച് കൂടുതലല്ല, കുറച്ച് കുറഞ്ഞു പോയിരുന്നു. അതിനുശേഷം ഞാൻ നേരെ ഞങ്ങളുടെ വല്യമ്മച്ചി അടുത്ത് പോയി. വല്യമ്മച്ചി തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ 2 വിറക് ഞാൻ അവിടെ നിന്ന് എടുത്തു. കാരണം വല്യമ്മച്ചി ഒരുപാട് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലല്ലേ, പിന്നെ എന്തിനാ, അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വിറകൊന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ പായസമായി. അതിനുശേഷം നമ്മൾ ദേവിയും കൊണ്ട് വന്ന് പായസം നിവേദിക്കുന്ന സമയമായി. അങ്ങനെ ഞങ്ങളുടെ പായസം നിവേദിച്ചു. അപ്പം ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷം ഇടാൻ പറ്റിയില്ല, ഇപ്രാവശ്യം ഇട്ടു. അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞാനിട്ട വേഷവിധാനങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് സ്നാപ്പിലിങ്ങനെ എടുക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അമ്പലത്തിലെ പായസം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അമ്പലത്തിലെ പായസം. അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വേറൊരു അമ്പലത്തിൽ സപ്താഹമായിരുന്നു, അവിടെയും പോയി കഴിച്ചു. ഓക്കെ, ബൈ.